പോയി കോഫി കൊണ്ടുവാ. സോർട്ട് ചെയ്താൽ മാത്രം പോരാ, തിരിച്ചെടുത്തെടുക്കണം എന്ന് പറഞ്ഞ് ശിവയെ കൊണ്ട് തന്നെ ഫയൽ അത്രയും അടുക്കിപ്പിച്ചു. അതുപോലെ അവിടെയിരിക്കുന്ന കുറെ ഫയലും അടുക്കിപ്പിച്ചു. 4 തെറി വിളിക്കണമെന്ന് തോന്നിയെങ്കിലും ക്ഷമാൽപ്പം കൂടുതൽ ഉണ്ടായതുകൊണ്ട് അവളത് സഹിച്ചു. നടുവൊന്ന് നിവർത്തിയതും അച്ചുവിന്റെ അടുത്ത ആവശ്യം കേട്ട് ശിവ പല്ല് ഞെരിച്ചു. ഓക്കെ. ഒഴുക്കൻ മട്ടിൽ അതും പറഞ്ഞ് കോഫി കൊണ്ടുവന്നു. ഇതെന്താ കോഫി? കോഫി ഞാൻ കുടിക്കില്ല, പോയി ബ്ലാക്ക് ടീ കൊണ്ടുവാ. ഇതാദ്യമേ പറഞ്ഞാലെന്താ, വായിലുള്ള മുത്തു കൊഴിയോ? അവൾ പെറുപെറുത്തു. ഒരുപാട് നടന്നിട്ടാ ഇതെങ്കിലും കൊണ്ടുവന്നത്, ഇനിയും അത്രയും തിരിച്ചു നടക്കണമല്ലോ എന്നോർത്ത് അവൾക്ക് ദേഷ്യം വന്നു. മറുത്തൊന്നും പറയാതെ തറയിൽ ആഞ്ഞു ചവിട്ടി പുറത്തിറങ്ങി. അവളുടെ ദേഷ്യം വരുമ്പോൾ ചുമക്കുന്ന മൂക്കും കൂർക്കുന്ന ചുണ്ടും ഇടയ്ക്കിടെ അവൻ കാണാതെ പിറുപിറുക്കുന്നതും ഒക്കെ അവൻ നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ശിവ കണ്ടത് ക്യാബിന്റെ സൈഡിൽ നിന്ന് ഗ്ലാസ്സിലൂടെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന റനയെയും കൂടെ ഒരു പയ്യനെയുമാണ്. ഇതിനിടെ ഇവൾ ആളെ സെറ്റ് ചെയ്തോ എന്ന് കരുതി അവരുടെ അടുത്തേക്ക് പോയി. നീ എന്താ ഇവിടെ? ശിവയുടെ സൗണ്ട് കേട്ട ഉടൻ രണ്ടും ഞെട്ടി. റന വേഗം വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മുത്തേ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒടിവോ ചതവോ അങ്ങനെ എന്തേലും ഉണ്ടോ? കയ്യിലും അവളുടെ ദേഹത്ത് മുഴുവനും തിരിച്ചു മറിച്ചും ചോദിക്കുവാണ് റന. നിനക്ക് എന്താ പെണ്ണെ, വട്ടായോ? അതിയാൾക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? ചെറുതൊന്നുമല്ല, കുറച്ചു കൂടിയതാ. ഇപ്പൊ കൊണ്ടുപോയാ നടത്തിക്കൊണ്ടോവാം. ഹനാനും കൂടെ ശിവയെ പിന്തുണച്ചതും റെനക്ക് ദേഷ്യം വന്നു. ദോ, ഇക്കാന്ന് വിളിച്ച നാവ് കൊണ്ട് തന്നെ വേറെ ഒന്നും വിളിപ്പിക്കരുത്. അയിനല്ല കൊയിന്. നീ പൊടി. അല്ല, താൻ ശിവയല്ലേ? ഞാൻ ഹനാൻ മാലിക്. താൻ ഹാനിന്ന് വിളിച്ചോ? അച്ചുവിന്റെ ആകാശിന്റെ ഫ്രണ്ടാ. റെനയെ വഴക്ക് പറഞ്ഞ് ഹാനി ശിവയെ പരിചയപ്പെട്ടു. നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന അവനെ അവൾ അപ്പോഴാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചത്. അധികം വെളുത്ത പ്രകൃതമല്ലെങ്കിലും ഐശ്വര്യം തുളുമ്പുന്ന മുഖമാണ്. കുറ്റിത്താടിയും അല്പം മീശയും മാത്രം. കൂട്ടുപിരികവും. എപ്പോഴും ചിരിച്ച മുഖം അവനിൽ കൂടുതൽ ഭംഗിയേകുന്നുണ്ട്. എന്നിരുന്നാലും ആകാശിന്റെ അത്രയും ഭംഗി പോരാ എന്ന് വെറുതെയെങ്കിലും അവൾ ചിന്തിക്കാതിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ കൂട്ടായി. ഇത്ര നേരായിട്ടും തന്നോടൊന്നും മിണ്ടുകയോ നോക്കുകയോ ചെയ്യാത്ത ഹാനിയോട് റനക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പോവാട്ടോ. ചേട്ടന്റെ ഫ്രണ്ടിന്റെ ബ്ലാക്ക് ടീ എടുക്കാൻ പറഞ്ഞു വിട്ടതാ. അതിനവൻ ബ്ലാക്ക് ടീ കുടിക്കില്ലല്ലോ. ഹാനിയോട് പറഞ്ഞ് ഓടാൻ നിന്ന ശിവ പെട്ടെന്ന് അവനത് പറഞ്ഞപ്പോ സ്റ്റോപ്പായി. കുടിക്കില്ലേ? ഇല്ല, അവൻ കോഫി മാത്രമേ കുടിക്കൂ. ഓഹോ, അപ്പോ എനിക്ക് മനഃപൂർവ്വം പണി തന്നതാ അല്ലേ? കാണിച്ചു തരാം. മനസ്സിൽ അതുമൊഴിഞ്ഞ് അവന് നേരെ തിരിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ചേട്ടായി, താങ്ക് യു. അത്രയും പറഞ്ഞവൾ ബ്ലാക്ക് ടീ എടുക്കാൻ ഓടി. മോനെ ആകാശേ, നിനക്കിതിനൊരു പണി ഞാൻ തന്നിരിക്കും. അവൾ അതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി അവനുള്ള ടീ കപ്പിലേക്ക് പകർന്നു. ഏട്ടൻ ചെയ്തത് ശരിയായില്ല. ശങ്കറിനോട് അരുന്ധതി പറഞ്ഞപ്പോ അയാൾ ഒന്നുകൂടി ചേറിൽ ചാരിയിരുന്നു. പിന്നെ എന്ത് വേണം? ജീവിതകാലം മുഴുവൻ അവന്റെ സ്വഭാവത്തിന് മാറ്റം വേണ്ടെന്നാണോ? അവന്റെ സ്വഭാവം മോശമായെന്ന് കരുതി ആ കുട്ടി എന്ത് ചെയ്തെന്നാ? അവനെ പെൺകുട്ടികളെ കാണുന്നത് തന്നെ ഇഷ്ടല്ല. എന്നിട്ട് അവന്റെ പി എ ആയിട്ട് വേണ്ടിയിരുന്നില്ല. ഞാനാണോ അവനോട് അവളെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞത്? അവനായിട്ടെടുത്ത തീരുമാനമല്ലേ. അവൻ ആ വീഡിയോ കണ്ടൊന്ന് ഇൻസ്പയർ ആവട്ടെ എന്ന് മാത്രമേ കരുതിയുള്ളൂ. ഇതിപ്പോ ദേവി, എനിക്കാകെ ഓർത്തിട്ട് പേടിയാവുക. അവൻ ആ കുഞ്ഞിനെ വഴക്ക് പറയാതിരുന്നാ മതി. അവരുടെ വാക്കിൽ വല്ലാത്തൊരു ആദ്യ പ്രകടമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അവൻ ആ കൊച്ചിനെ ശരിക്കും ഇഷ്ടായെന്നാ. നമുക്ക് ചിലവില്ലാതെ അവളെയും കൊണ്ടുവരുന്ന ലക്ഷണമുണ്ട്. അരുന്ധതി ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും പിന്നീട് അർത്ഥം മനസ്സിലായതുപോലെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ, അത് ശരിയാ, നിങ്ങളുടെ അല്ലേ മോൻ? അതും പറഞ്ഞൊന്ന് ചിരിച്ചുപോയി. അവരുടെ പ്രണയം പൂവണിഞ്ഞ നിമിഷങ്ങൾ അയാളുടെ ഓർമ്മയിൽ ഓടി നടന്നു. ഓർമ്മകൾ അയാളിൽ ചെറു പുഞ്ചിരി സമ്മാനിച്ചുവെങ്കിലും മകന്റെ ഭാവിയോർത്തുള്ള ഉത്കണ്ഠയും അയാളിൽ നിറഞ്ഞു. അച്ചു, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ എന്നത്തെക്കാളും അച്ചു സന്തോഷത്തിലായിരുന്നു. ഹനാന്റെ ചോദ്യത്തിൽ അച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ മറുപടി കൊടുത്തു. നീ കൂടുതലൊന്നും അഭിനയിക്കാൻ നിൽക്കല്ലേ. 2 ദിവസമായി എന്തൊക്കെയോ നീ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. ഓ, അങ്ങനെയാണോ? അപ്പോ ഇന്ന് നിന്റെ ക്യാബിനിൽ കണ്ടതോ അതും എനിക്ക് തോന്നിയതാണോ? ഹനാന്റെ ചോദ്യം കേട്ട് അച്ചുവിലൊരു കുളിരനുഭവപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല. മനഃപൂർവ്വമല്ലെങ്കിലും തന്റെ മേലെ ചായ തട്ടിമറിച്ചിട്ടിട്ട് ദേഷ്യപ്പെടുന്നതിന് മുന്നേ തന്നോട് ചേർന്ന് നിന്ന് തുടച്ചു തന്നവളെ പ്രവൃത്തിയിൽ അവൻ കുടുങ്ങിപ്പോയിരുന്നു. അവൾ അടുത്തു വരുമ്പോ, തന്റെ അടുത്ത് നിന്നപ്പോ ഇതുവരെ ഒന്നിനോടും ആരോടും തോന്നാത്ത ഒന്ന് ഹൃദയം അതിവേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. വിടർന്ന കൺപീലികൾ, തുടുത്ത കവിളുകൾ, എപ്പോഴും പുഞ്ചിരിമായാത്ത അതരം, കെട്ടിവെച്ചിരിക്കുന്ന മുടിയിൽ അനാവൃതമായി മുന്നിൽ വീണ് കിടപ്പുണ്ട്. അവന്റെ ചുണ്ടിലൊരു കുഞ്ഞു ചിരി മുട്ടിട്ടു. ആ നിമിഷം അവനിൽ നിന്ന് അവളോടുള്ള എല്ലാ ദേഷ്യവും ഇല്ലാതായതുപോലെ. യാന്ത്രികമായി കൈ അവളിലേക്ക് ചലിച്ചതും ഹാനി ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. അത്രയും നേരം താൻ അവളെ നോക്കുവായിരുന്നു എന്നത് അച്ചുവിൽ ദേഷ്യം ഉണ്ടാക്കി.
തന്റെ വികാരം മറക്കാനുള്ള ഒരു മാർഗം ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിന്റെ മുഖത്ത് വിരിഞ്ഞ ഈ പുഞ്ചിരി എന്തിനു വേണ്ടിയാ? ഇന്നേ വരെ നീ ഇത്രയും വെറീഡായിട്ട് ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയ് അച്ചു, നിനക്ക് ശിവയെ ഇഷ്ടാണോ? അതുകൊണ്ടാണോ അവളെ അപ്പോയിന്റ് ചെയ്തത്? അതോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും? ഹാനിയുടെ മനസ്സിൽ തോന്നിയ സംശയം അവൻ ചോദിച്ചു. വ്യക്തമായൊരു മറുപടി അപ്പോഴും അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത് ഹാനിയിൽ കൂടുതൽ സംശയം തോന്നിപ്പിച്ചു. ഡു യു ലവ് ഹെർ? അത് കേട്ടതും അച്ചുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ശരിക്കും ഹനാനെ ഞെട്ടിച്ചു. ബദ്രി മോനൊന്നും പറഞ്ഞില്ല. ജേക്കബ് പ്രതീക്ഷയോടെ ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി. ബദ്രി ആൻവിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയ അന്നു മുതൽ അവളിൽ ഉണ്ടാകുന്ന മാറ്റം ജേക്കബിനെ കൂടുതൽ വിഷമിപ്പിച്ചു. ആഹാരം ഉപേക്ഷിച്ചു, സംസാരം ഇല്ലാതായി. ഇങ്ങനെ തന്നെ തുടർന്നാൽ ഒരുപക്ഷെ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അവളുടെ മമ്മ ഈ ലോകം വിട്ടു പോയ പിന്നെ ആൻവി മാത്രമായിരുന്നു അയാളുടെ ലോകം. ചെറുപ്പത്തിലെ മമ്മ നഷ്ടപ്പെട്ട ആൻവി അധികം ആരോടും കൂട്ടാവാത്ത പ്രകൃതമായിരുന്നു. പക്ഷേ ബദ്രയെ കൂട്ടുകാരനായി കിട്ടിയതോടെ അവളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. അവളുടെ സന്തോഷത്തിനു വേണ്ടി ബദ്രിയുടെ അച്ഛനുമായി ബിസിനസ്സിൽ പാർട്ട്ണറായും ഫ്രണ്ടായും പിന്നീട് അയാൾ കൂടി. മകളുടെ സന്തോഷം അതിനുവേണ്ടി മാത്രമായിരുന്നു. ആൻവിക്ക് ബദ്രിയോടുള്ള സമീപനം മനസ്സിലാക്കിയ ജേക്കബ് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് കൊണ്ടവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനിടെ ബദ്രിയുടെ പാതിയായി ശിവയെ ആദ്യം തിരഞ്ഞെടുത്തിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് ജാൻവി വിദേശത്തായിരുന്നു ആ സമയം. ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും പിന്നീട് ശാന്തമാകുന്ന അവളെ കണ്ട് ജേക്കബ് ആശ്വസിച്ചു. അതൊരു തുടക്കമായിരുന്നു എന്നറിയാതെ. ശിവയും ബദ്രിയും പിരിഞ്ഞതിൽ പിന്നെ പലയാവർത്തി ജേക്കബിനോട് ഈ കാര്യം അവതരിപ്പിക്കാൻ ആൻവി പറഞ്ഞെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല. ഇപ്പൊ ബദ്രിയുടെ അവഗണനയും കൂടി ആയപ്പോ അവളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം അയാളിൽ നിറഞ്ഞു. ഇപ്പോഴോ അവളാകെ വീക്കല്ലേ? ആൻവി ഒന്ന് ഓക്കെ ആയിട്ട് വീണ്ടും കമ്പനിയിൽ വന്നോട്ടെ മോനെ. അവൾക്ക് കമ്പനിയിൽ വരുന്നതല്ല, നിന്റെ PA ആയിട്ട്. ജേക്കബ് ഒരു മടിയോടെ പറഞ്ഞു. അവളുടെ വാശിക്ക് കൂട്ടുനിൽക്കുന്നത് അയാൾക്കൊട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ബദ്രിക്ക് നന്നേ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആൻവിയുടെ പ്ലാനിങ് ആണിതൊക്കെയെന്ന് അവൻ മനസ്സിലാക്കി. എങ്കിലും അച്ഛനെ പോലെ കണ്ടൊരാളുടെ വാക്കിനെ ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇഷ്ടമല്ലാഞ്ഞിട്ടും കൂടി അവന് സമ്മതം മൂളി. അനിഷ്ടത്തോടെ മുഖം തിരിച്ചു പോകുന്ന ബദ്രിയെ ആൻവി ഒരു പുച്ഛത്തോടെ നോക്കി. ഏത് വിധേനയെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടും എന്ന് നീ വീണ്ടും വീണ്ടും മറക്കുന്നു ബദ്രി. നിന്റെ പ്രാണനെ നിന്നിൽ നിന്ന് അകറ്റിയ എനിക്ക് ഇതൊക്കെ വെറും നിസ്സാരം. ഒന്നുകൂടി ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്ന് ബദ്രി പോയ വഴിയെ നോക്കി ആൻവി നിശ്വസിച്ചു. മഹി. മനസ്സിലായി സർ. ആൻവി മാഡത്തിനെ വീണ്ടും സാറിന്റെ അസിസ്റ്റന്റ് ആക്കി അല്ലേ? അങ്ങനെ വേണ്ടി വന്നു എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ആൻവിയെ ഏൽപ്പിക്കാൻ താല്പര്യമില്ല. സോ തനിക്ക് തന്നെ ആയിരിക്കും എല്ലാ റെസ്പോൺസിബിലിറ്റിയും. ഓക്കെ സർ. വെറുമൊരു ജോലിക്കാരനിൽ നിന്ന് ഉപരി ഒരു വലിയ സ്ഥാനം ബദ്രി മഹിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബദ്രി കൊടുക്കുന്ന ഓരോ ജോലിയും ഇഷ്ടത്തോടെയാണ് മഹി ചെയ്തിരുന്നത്. പിന്നെ മഹി സ്റ്റാർസ് ഗ്രൂപ്പ്സുമായുള്ള മീറ്റിങ്ങിന്റെ കാര്യം അവരെ അറിയിച്ചോ? എന്തോ ഓർത്തെടുത്ത പോലെ ബദ്രി മഹിയോട് ചോദിച്ചു. ഇപ്പോഴായിട്ടൊന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനിയും മീറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും മഹി അതിന് മുതിർന്നില്ല. നോ സർ. അറേഞ്ച് അവർ മീറ്റിംഗ് ഷെഡ്യൂൾ ആൻഡ് ഇൻഫോം ദം. ഓക്കെ സർ. മഹി അവന്റെ ജോലി ചെയ്യുമ്പോൾ ബദ്രിയുടെ ചിന്ത ഇവിടെയൊന്നുമായിരുന്നില്ല. ആൻവി തനിക്കെതിരെ കളിച്ചതാണോ എന്ന് ചിന്ത വന്നെങ്കിലും അത് വിശ്വസിക്കാൻ അവനെ കൊണ്ടായില്ല. സത്യം മനസ്സിലാക്കാതെ ശിവയെ സംശയിച്ച അതേ ബദ്രിക്ക് എല്ലാം മനസ്സിലാക്കിയിട്ടും ആൻവിയെ സംശയിക്കാൻ തോന്നുന്നില്ല. ഒരുപക്ഷെ എല്ലാം തികഞ്ഞ ബദ്രിക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവും. സർ, മെയിൽ അയച്ചിട്ടുണ്ട്. ബട്ട് അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത മാഡം ആവില്ല, പുതിയൊരാളാവും. വാട്ട്? മഹി പറഞ്ഞതും ബദ്രി ഒരലർച്ചയായിരുന്നു. ശിവയെ കാണാമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുമോ എന്ന പേടി കൊണ്ടാവണം. യെസ് സർ. ശിവ മാഡം 3 ദിവസം മുന്നേ കമ്പനി ചേഞ്ചായി. ഇപ്പോൾ മാഡം സ്റ്റാർസ് ഗ്രൂപ്പ്സിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലാണ്. ശങ്കർ സാറിന്റെ മകന്റെ കമ്പനിയിൽ. ഇതൊക്കെ കേൾക്കെ ബദ്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വെറും ബിസിനസ് മാത്രമായിരുന്നില്ല ബദ്രിയെയും അച്ചുവിനെയും ബന്ധിപ്പിക്കുന്ന ഘടകം. ചെറുപ്പം മുതൽക്കേ മത്സരബുദ്ധി മാത്രമായിരുന്നു രണ്ടുപേർക്കുമിടയിൽ. ആളുകളോട് പെരുമാറുന്നതിലും മറ്റുമെല്ലാം ബദ്രി എപ്പോഴും മുന്നിലായിരിക്കും. എന്നാലും ബുദ്ധിയിലും പഠനത്തിലും അച്ചുവിനെ വെല്ലാൻ ഇന്നുവരെ ബദ്രിക്ക് സാധിച്ചിട്ടില്ല. പക്വത വരുന്നതിനനുസരിച്ച് തമ്മിലുള്ള മത്സരം അവസാനിച്ചെങ്കിലും രണ്ടുപേർക്കും മനസ്സുകൊണ്ട് അടുപ്പമില്ലായിരുന്നു. എത്രയും വേഗം ആകാശിന്റെ കമ്പനിയിൽ മീറ്റിങ്ങിന് വരണം എന്നാവശ്യപ്പെട്ട് മെയിലയക്ക്. ബട്ട് സർ, ഡു വാട്ട് ഐ സെഡ്. ശിവയുടെ പ്രസൻസിൽ ബദ്രിക്കുണ്ടാവുന്ന മാറ്റം മഹി അന്നും ശ്രദ്ധിച്ചിരുന്നു. ബദ്രിയുടെ മനസ്സിൽ ആകെ ഒരു നെഗറ്റീവ് എനർജി വന്നു നിറയുന്ന പോലെ തോന്നി.
ആ തെമ്മാടി എന്തിനാവും ആന അവിടെ അപ്പോയിന്റ് ചെയ്തത്? ഇന്നേ വരെ ഒരു ഗേൾ സ്റ്റാഫ് പോലും ഇല്ലാതിരുന്ന കമ്പനിയിൽ ആദ്യമായിട്ടാ ശിവ. അവന് അവളോടെന്തെങ്കിലും? ഏയ്, എന്താ ബദ്രി ഇത്? അവന് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തതല്ലേ? അതൊന്നും ആയിരിക്കില്ല. രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന തന്റെ മനസ്സിനെ ബദ്രി പഴിച്ചു. എത്രയും വേഗം അവിടുന്ന് റിപ്ലൈ മെയിൽ വരണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. സർ, ഫയൽ. ലാപ്പിൽ കാര്യമായ തിരച്ചിലിന് തടസ്സം വരുത്തി ശിവ തന്റെ കയ്യിലുള്ള ഫയൽ അച്ചുവിന് നേരെ നീട്ടി. അവളെയും അവളുടെ കയ്യിലുള്ള ഫയലിലേക്ക് നോക്കി അച്ചു ഒന്ന് പിരികമുയർത്തി. നോക്കുന്ന നോട്ടം കണ്ടില്ലേ ചെകുത്താൻ. മെല്ലെ പിറുപിറുത്താണെങ്കിലും അച്ചു അത് കേട്ടിരുന്നു. ദേഷ്യത്തോടെ അവളെ നോക്കി എഴുന്നേൽക്കാൻ നേരം പെട്ടെന്നാണ് മഹി അയച്ച മെയിൽ കാണുന്നത്. അത് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് തന്നെ അവനിൽ പുച്ഛം നിറഞ്ഞു. താല്പര്യമില്ലാത്ത മട്ടിൽ അത് മാറ്റി. ഇയാളെന്താ അന്യനാണോ? ആദ്യം ദേഷ്യം, പിന്നെ ചിരി, ദേ ഇപ്പൊ പുച്ഛം. ശിവ അവന്റെ ഓരോ ഭാവവും കണ്ണിൽ ഒപ്പിയെടുത്ത് ചിന്തിച്ചു. അവന്റെ നോട്ടം തന്നിലാണെന്ന് മനസ്സിലാക്കി അവൾ വേഗം തന്നെ കൊണ്ടുവന്ന ഫയൽ അവന് നേരെ നീട്ടി. ആ കബോർഡിനുള്ള ഫയൽ ചെക്ക് ചെയ്ത് വെക്ക്. തീരുമ്പോ പണി കൊടുത്തു കൊണ്ടേയിരിപ്പാണ് ഇപ്പോൾ അച്ചുവിന്റെ മെയിൻ ഹോബി. അതൊക്കെ എപ്പോഴേ ചെയ്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയും പോലെ ശിവ അത് നേരത്തെ ചെയ്തു തീർത്തിരുന്നു. മേച്ചു നോക്കുന്ന അച്ചുവിനെ അവളുടെ മുത്തുപോലുള്ള പല്ല് വെച്ച് ചിരിച്ചു കാട്ടി. അതവനിലും പുഞ്ചിരി പരത്തി. മുഖത്തു നിന്നും പാടെ അത് മാറ്റുന്നതിന് മുന്നേ ശിവ അത് കാണുകയും ചെയ്തു. ശിവയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി വിടർന്നു. മെയിൽസ് ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ശിവ AN ഗ്രൂപ്പ്സിന്റെ മെയിൽ കാണുന്നത്. ബദ്രി എന്തിനാ ഇവിടോട്ട് മെയിൽ അയച്ചതെന്ന് ശിവക്ക് സംശയം തോന്നി. തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാവുമോ എന്ന് കരുതിയെങ്കിലും ആൻവി ഉള്ളപ്പോ അതൊന്നും വേണ്ടിവരില്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ചു. പിന്നീടാണ് അച്ചു ആ മെയിൽ റിജക്റ്റ് ചെയ്തത് അവൾ ശ്രദ്ധിച്ചത്. അത് നന്നായെന്ന് കരുതി അവളും അത് മൈൻഡിൽ നിന്ന് കളഞ്ഞു. നാളെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്? രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല സർ. ശിവയുടെ മറുപടി കേട്ട് അച്ചു ഒന്ന് തല ഉയർത്തി നോക്കി അവളെ. അപ്പോ AN ഗ്രൂപ്പ്സിന്റെ മീറ്റിംഗ്? ചെയറിലേക്ക് ചാരിയിരുന്ന് അച്ചുവിന്റെ ചോദ്യം കേൾക്കെ ശിവ സംശയത്തോടെ അച്ചുവിനെ നോക്കി. ഇയാൾ സോറി, സാറ് തന്നെയല്ലേ അത് റിജക്റ്റ് ചെയ്തത്? സോ അത് വേണ്ടെന്ന് താനങ്ങ് തീരുമാനിച്ചോ? ഇവൻ എന്തോ തേങ്ങയാ പറയുന്നേ എന്നുള്ള ഭാവത്തിലുള്ള അവളുടെ ഭാവത്തിൽ അവൻ ചിരിപൊട്ടി. എങ്കിലും പുറമെ ഗൗരവം നടിച്ച് അവളോട് പിറകെ വരാൻ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഈ ചെകുത്താൻ എന്നെ ഇത് എവിടെ കൊണ്ടുപോവുക എന്നുള്ള ഭാവത്തിൽ ശിവയും അവനെ അനുഗമിച്ചു. അമ്മേ! അല്ലിയുടെ അലർച്ചകൾക്ക് ചുറ്റും കൂടി നിന്നവരെല്ലാം അവളെ നോക്കി. എല്ലാവർക്കും ഒരിളി പാസാക്കി നടുവും തടവി എണീറ്റു. സാധനം വാങ്ങുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് വന്ന് തന്നെ ഇടിച്ചതാ. ബാലൻസ് ഇല്ലാതെ താഴെ വീഴുകയും ചെയ്തു. വീഴ്ത്തിയിട്ട് കണ്ണിച്ചോരയില്ലാതെ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന അവനെ കണ്ട് അല്ലിക്ക് ദേഷ്യം വന്നു. ഓടിപ്പോയി അവന്റെ പുറംപൊളിയുമാർ ഒരടി കൊടുത്തു. ആ! ബദ്രിയുടെ നിർദ്ദേശപ്രകാരം ബിൽഡിംഗ് സൈറ്റിൽ പോയി എല്ലാം നിരീക്ഷിച്ച് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ ഇടുത്തിപ്പോലെ ഒന്ന് പുറത്ത് വീഴുന്നറിഞ്ഞ് മഹിയുടെ വായിൽ നിന്നറിയാതെ നിലവിളി ഉയർന്നു. തിരിഞ്ഞു നോക്കിയപ്പോ അല്ലിയുണ്ട്. അവളുടെ ഉണ്ടക്കണ്ണും വെച്ച് അവനെ നോക്കി പേടിപ്പിക്കുക. ഡോ, തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഉണ്ടല്ലോ മത്തങ്ങ പോലുള്ള രണ്ടെണ്ണം. ഇത് തന്നേക്കുന്നതേ മറ്റുള്ളവരെ കാണാനാ, അല്ലാതെ ഷോ കാണിക്കാനല്ല. ഇനിയാള് അന്ധനാണോ? ആദ്യം കുരിച്ചും ചാടിയും അവസാനം സംശയത്തിലും അല്ലി ചോദിച്ചു. ദേഷ്യം വന്ന് ചുമന്ന കണ്ണും അവന്റെ നോട്ടവും കണ്ട് അല്ലിക്ക് അപായ സൂചന കിട്ടി. എന്നാലും അവളെ തള്ളിയിട്ടതിലുള്ള ദേഷ്യം അവൾക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പേടിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ പേടിക്കില്ല. കയ്യും കെട്ടി തന്റെ മുന്നിൽ നിന്ന് വാചകം അടിക്കുന്നവളെ കൊല്ലാനുള്ള ദേഷ്യം അവനപ്പോ ഉണ്ടായിരുന്നു. കൂടെ തന്നെ അവൾ കൊടുത്ത അടിയുടെ വേദനയും. ഡി! മഹി അവളോട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ പുറകിൽ നിന്ന് ബദ്രിയുടെ വിളി വന്നു. മഹിയും അല്ലിയും ഒരുപോലെ വിളികേട്ട ഭാഗത്തേക്ക് നോക്കി. ബദ്രിയെ കണ്ട് അല്ലിയുടെ നെറ്റി ചുളിഞ്ഞു. ബദ്രിയിലും അല്ലിയെ കണ്ടതിലുള്ള ഭാവമാറ്റം ഉണ്ടായിരുന്നു. സോറി സർ, അല്ലി, താനെന്താ ഇവിടെ? മഹി ബദ്രിയോടായി പറയാൻ തുടങ്ങിയത് ശ്രദ്ധിക്കാതെ ബദ്രി അല്ലിയോട് സംസാരിച്ചു. മഹി ചമ്മി. അതെന്താ മിസ്റ്റർ ബദ്രിനാഥിന്റെ സാമ്രാജ്യത്തിൽ പെട്ടതാണോ ഈ മാർക്കറ്റും? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു കാണുമല്ലോ. എന്തു ചെയ്യാനാ, പത്രം വായിച്ചിട്ട് ഒരുപാടായി. അല്ലിയുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേൾക്കെ മഹിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അവളോട് ഒന്നും പറയാതെ നിൽക്കുന്ന ബദ്രിയെ കണ്ട് അവനൊന്ന് സംശയിച്ചു. എങ്കിലും ബദ്രിയെ തരംതാഴ്ത്തി സംസാരിക്കുന്നത് അവന് കേട്ടു നിൽക്കാനായില്ല. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? എന്തായാലും തന്നോടല്ല. എടുത്തടിച്ച പോലുള്ള അല്ലിയുടെ സംസാരത്തിൽ വീണ്ടും മഹി ചമ്മി. ബദ്രിയെ ഒന്ന് പുച്ഛിച്ച് അല്ലി മുന്നോട്ട് നടന്നു. അല്ലി, ആനി അവൾ സുഖമായിരിക്കുന്നു. അവളെ വിശ്വസിക്കുന്നവരുടെ കൂടെ സന്തോഷമായിരിക്കുന്നു.